മൊബൈൽ ഫോൺ എല്ലാ രക്ഷിതാക്കൾക്കുള്ള പ്രശ്നമാണ് മൊബൈൽ ഫോൺ. ഞാൻ തുടക്കത്തിൽ പറയാന്ന് പറഞ്ഞിട്ട് സ്കിപ്പായി പോയത് തന്നെയാണ്. മൊബൈൽ ഫോൺ കുട്ടികൾ ഉപയോഗിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള സാധനമാണ്, എല്ലാ മൊബൈൽ ഫോണും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാവണം. നിങ്ങളുടെ വീട്ടിൽ 4 മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിക്കുക. 4 മൊബൈൽ ഫോണും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാവണം. അത് കോമൺ ആയ ഒരു സ്ഥലത്ത് വെക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു സംഭവം, എൻ്റെ വീട്ടിലെ ഹാളിൽ എല്ലായിടത്തുനിന്നും ആക്സസ് ഉള്ള സ്ഥലമാണ് ഹാള്. അവിടെ ഒരു കൊട്ടുണ്ട്, അതിൽ ഫോൺ ഉണ്ടാവും. 3 ഫോണാണ് വീട്ടിലുള്ളത്, എനിക്കും ഭാര്യയ്ക്കും. പിന്നെ മക്കളുടെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണായിട്ട് 3 ഫോണുണ്ട്. 3ഉം ഒരു സ്ഥലത്ത് വെക്കും. ഞാൻ വീട്ടിലുള്ള സമയത്ത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എനിക്ക് കോള് വന്നാൽ ഞാൻ നേരെ വരും, ഇവിടെ ഹാളിൽ വരും. ചിലപ്പോൾ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഫോൺ വന്നിട്ട് മക്കളോട് പറയും പ്ലീസ് കോൾ എടുക്കട്ടെ. അപ്പൊ ഇവരൊക്കെ മിണ്ടാണ്ട് സൈലന്റ് ആയിട്ട് നിൽക്കും. ഞാൻ കോൾ എടുക്കും, സംസാരിക്കും, കഴിഞ്ഞാൽ അവിടെ തന്നെ വെക്കും. അപ്പൊ പിന്നെ ഒരടുപ്പും മുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകും. സാധനം ഇവിടെ തന്നെ ഉണ്ടാവും. മക്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫോണിൽ നോക്കണമെന്നുണ്ടെങ്കിൽ അവർ വരും, അവിടെ നിന്ന് തന്നെ എടുക്കും, നോക്കും. ഇനിയിപ്പോൾ അവർക്ക് യൂട്യൂബിൽ എന്തെങ്കിലും നിശ്ചിത സമയം അതിനു വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഒരു 20 മിനിറ്റ് ഒക്കെ. അപ്പൊ 20 മിനിറ്റ് എവിടുന്ന് കാണും? റൂമിൽ പോകാൻ പാടില്ല, സോഫയിൽ പോയി കിടക്കാൻ പാടില്ല. മൊബൈൽ ഫോൺ കാണണോ ഹാളിൽ വരണം. ഹാളിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ അവിടെ ചെയർ ഇട്ടിരിക്കും. അവിടെ ഇരുന്ന് എല്ലാവരും കൂടിയും കാണും. അവിടെ തന്നെ വെക്കും, പോരും. മെസ്സേജ് വന്നു, ഇവിടെ വരും, ഇവിടുന്ന് നോക്കും, വോയിസ് വന്നിട്ടുണ്ടെങ്കിൽ നോക്കും, കേൾക്കും, റിപ്ലൈ കൊടുക്കാൻ അവിടെ കൊടുക്കും, ഫോൺ അവിടെ തന്നെ വെക്കും. കോമൺ സ്ഥലത്താണ് ഫോൺ ഉള്ളത് എപ്പോഴും. ഇതാവുമ്പോ എന്ന് വെച്ചാൽ ഫോൺ കോമൺ ആയിട്ടുള്ള സാധനമാണ്, ഉപയോഗിക്കാനൊരു നിശ്ചിത സ്ഥലമാണ് വീടിനകത്തുള്ളത്. ഇത് റൂമിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇത് ഒരു 4 വയസ്സ് 5 വയസ്സ് മുതൽ തന്നെ കുട്ടികൾ കണ്ടുവരണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു 16-17 വയസ്സാകുമ്പോൾ ഈ സാധനം എടുത്ത് റൂമിൽ പോണ പരിപാടി അവസാനിക്കും. ഇതൊരു നിയമമായിട്ട് വീട്ടിൽ ആരാദ്യം പാലിക്കുക? പാപ്പിയമ്മ ആദ്യം പാലിക്കുക. അതേസമയം പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടി വരും മക്കൾ ഉറങ്ങിയതിനു ശേഷം, മക്കൾ സ്കൂളിൽ പോയതിനു ശേഷം. പേഴ്സണലായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും, ഇത് വീഡിയോ കോൾ, ഇതൊക്കെ ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവർക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും. അതിന് സെപ്പറേറ്റ് സമയം കാണണം. മക്കളുടെ മുമ്പിൽ വെച്ച് ഫോണിന്റെ ഉപയോഗം നമ്മൾ കുറക്കണം. അതിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപകാരമുള്ള ഒരു വയലാണ് നമ്മൾ കേൾക്കണേ. മക്കളെ സംബന്ധിച്ചിടത്തോളം ഫോൺ കാണുകയാണ്, ഉമ്മ ഫോൺ കാണുകയാണ്, അതുകൊണ്ട് ഞങ്ങളും ഫോൺ കാണും. അവര് കാണുന്നു, നമ്മൾ കാണുന്നു, തമ്മിൽ വ്യത്യാസമുണ്ടേ. പക്ഷെ അതൊന്നും, അതിന്റെ ലോജിക്കൊന്നും മക്കൾക്ക് അറിയില്ല. ഉമ്മ ഫോൺ കണ്ടു, ഞങ്ങൾ ഫോൺ കണ്ടു. ഉമ്മ ഫോണിൽ കളിച്ചു, ഞങ്ങൾ ഫോണിൽ കളിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, മക്കൾ നല്ല ഒബ്സർവേഷൻ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മക്കളെ വല്ലതും മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ, മീൻസ് മക്കളിൽ നിന്ന് വരുന്ന കണ്ടപ്പോ നമ്മളാണ് മിനിമൈസ് ചെയ്ത്, മക്കളിൽ നിന്ന് വരുന്ന കണ്ടപ്പോ നമ്മൾ ഫോൺ തിരിച്ചു പിടിച്ച്, ഈ മക്കൾ ശരിക്കും മനസ്സിലാക്കും ഉമ്മാക്ക് എന്തോ ചുറ്റിക്കളിൻ്റെ റിയലി. ഈ ഉമ്മാക്ക് പിന്നെ മക്കളെ ഇതേ വിഷയത്തിൽ ഉപദേശിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു. അപകടം പിടിച്ച കാര്യം. ചിലപ്പോൾ അതൊന്നും ഉണ്ടാവൂല. പക്ഷേ മക്കളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം, എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. മക്കൾ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ കാണണ്ട. നമുക്ക് പഠിക്കാനുള്ളതാണോ, അപ്പൊ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മളൊരു റീല് കാണുന്നുണ്ടെങ്കിൽ ആ റീലിൽ അഭിനയിക്കാനാ മക്കൾ പഠിക്കുക, അല്ലാതെ റീല് കാണാനല്ല. മനസ്സിലാവണ്ട? നമ്മളൊരു റീല് കാണുകയാണ്, ആ റീലിൽ പല ആൾക്കാരും പല കോലത്തിൽ നടക്കുന്നുണ്ടാവും. അത് കാണുമ്പോ മക്കൾ ഇത് കാണാനല്ല ശ്രമിക്കുന്നത്. എൻ്റെ ഉമ്മ വളരെ ഇഷ്ടത്തോടു കൂടെ ആരെന്നെ കാണുന്നു? വല്ല പാട്ടുകാരാ, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടാവും, അല്ലെ കൊമേഡിയൻസോ, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഷോകളോ കാണുന്നു. അപ്പൊ മകളുടെ മനസ്സിൽ തോന്നുന്നത് എന്താ? എൻ്റെ ഉമ്മച്ചിക്ക് അത്ര ഇഷ്ടമുള്ള സാധനം, അപ്പൊ അതിൽ പോയി അഭിനയിക്കണം. ചിന്ത പോകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് ആ വിഷയത്തെ കാണേണ്ടത്. ഫോൺ കോമൺ സ്ഥലത്തായിരിക്കണം, കോമൺ ആയിട്ട് യൂസ് ചെയ്യണം. അതിനകത്ത് എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം. അപ്പൊ ഫോണിന്റെ പ്രശ്നം മക്കൾ താനെ ഒഴിവാക്കും. വീണ്ടും മക്കൾ ഫോൺ ചോദിക്കണമെങ്കിൽ കൊടുക്കരുത്. നിശ്ചിത സമയം വെച്ചാൽ ആ സമയം ആയ അലാം വെച്ചിട്ടെങ്കിലും നമ്മളെ തിരിച്ചു വാങ്ങണം. 2 മിനിറ്റ് കൂടി, ഒരു 3 മിനിറ്റ് കൂടി, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും തരാം എന്ന് പറയാൻ പാടില്ല.
അത് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാനും പാടില്ല. ഇതേ അവസ്ഥ നമ്മൾ മക്കളോടും പറയാൻ പാടില്ല കേട്ടോ. ഇതിന്റെ കോൺട്രഡിക്ഷൻ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, മക്കൾക്ക് ഫുഡ് കൊടുക്കും. നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് മക്കള് എന്ത് ചെയ്യും? ഫുഡ് മതി, എനിക്ക് വേണ്ട, എനിക്ക് പോണില്ല, വയറ് നിറഞ്ഞ് എന്ന് പറയുമ്പോ ഒരു ഉരുളയും കൂടി, കുറച്ചുകൂടി എന്നാര് പറയും? ഉമ്മ പറയും. ഉമ്മ പറയുന്നത് മക്കൾക്ക് വിശക്കരുത്, മക്കളുടെ ആരോഗ്യം ഉഷാറാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. മക്കൾ അത് സ്വീകരിക്കും, എന്നിട്ട് അതേ വാക്ക് മക്കൾ മൊബൈലിന് വേണ്ടി തിരിച്ചു പറയും. ഉമ്മ സ്വീകരിക്കൂല. അപ്പോ ഞാൻ പറയണത് കേൾക്കാത്ത ഉമ്മയാണ്, ഇനി ഉമ്മ പറയണത് ഞാനും കേൾക്കൂല. ഈ ഒരു കോൺട്രഡിക്ഷൻ എവിടെ വരും? ശ്രദ്ധിക്കണം. മൊബൈൽ നിരന്തര അഡിക്ഷനായ കുട്ടികളെ പെട്ടെന്ന് നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ ഭയങ്കരമായിട്ട് വയലന്റ് ആവും. ഈ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയ ആളുകളെ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ബോധം കെട്ട് വീഴുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ ചിലർ ആത്മഹത്യ ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ അഡിക്റ്റഡ് ആയ ഒരു സാധനം പെട്ടെന്ന് നിർത്തരുത്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കള്ളിന് അഡിക്റ്റ് ആയ ഒരു സമൂഹത്തെ സമുദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായി പഠിച്ചതാണ്. എങ്ങനെയാ സമുദ്ധരിച്ചത്? ആദ്യം പറഞ്ഞ അതൊരു നല്ല സാധനമല്ല, അല്ലെ? അങ്ങനെ തുടങ്ങണത് നല്ല സാധനമല്ല. പിന്നെ പറഞ്ഞത് നിസ്കരിക്കുമ്പോഴൊന്നും അങ്ങനത്തെ എടുത്തിട്ട് വരരുത് കേട്ടോ. പിന്നെ ലാസ്റ്റാണ് പറഞ്ഞത് എല്ലാം ഹറാമാണ്. അപ്പൊ അങ്ങനെ പതിയെ പതിയെ ശരിയാക്കേണ്ടത്. അപ്പൊ നല്ല മൊബൈലിന് അഡിക്റ്റഡ് ആയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുക? ടൈം നിശ്ചയിച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ഇതിന്റെ അപകടങ്ങൾ കറക്റ്റ് വീഡിയോസ് കിട്ടും നമുക്ക് യൂട്യൂബിൽ നിന്ന്. മൊബൈൽ ഫോൺ നിരന്തരമായി ഉപയോഗിച്ചാൽ അവർ അനുഭവിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്നതല്ല കേട്ടോ, നമ്മൾ അനുഭവിക്കുന്നതിന് അവർക്കൊരു വിലയില്ല. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ വീഡിയോസ് കിട്ടും. അത് കാണിച്ചു കൊടുക്കുകയും ഇനി മുതൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയും ഇത്ര മണി മുതൽ ഇത്ര മണി വരെയും നിനക്ക് ഉപയോഗിക്കാം. അതിൽ ഏത് സമയമാണ് നിനക്ക് ചോയ്സ് ചെയ്യേണ്ടത് അവർക്ക് വിട്ടുകൊടുക്കുക. അവര് പറയട്ടെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയും പിന്നെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ കാണാം. അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കണം. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നു, കറക്റ്റ് സമയം തിരിച്ചു വാങ്ങണം. പിന്നെ കൊടുക്കരുത്. നമ്മൾ പറഞ്ഞല്ല അത്ര സമയം എന്നുള്ളത് ഇനി വേണ്ട. അവിടെ കരയാനോ വാശി പിടിക്കാനോ എന്ന് കഴിഞ്ഞാൽ സാരമില്ല, ഈ എന്റെ കാര്യം നോക്കിക്കോ, ഇതെന്തായാലും കിട്ടില്ല. സ്റ്റേണാണ്, തീരുമാനം സ്റ്റേണാണ്. ചൂടാവണ്ട, നിങ്ങൾ ചൂടാവുകയും ചെയ്യരുത് കേട്ടോ. അതിനൊന്നും തീരെ ദേഷ്യം പിടിക്കരുത്. ദേഷ്യം പിടിച്ചാൽ അത് കുട്ടികളുടെ ആയുധമാണ്. ഉമ്മ ദേഷ്യം പിടിക്കുന്നത്, വാപ്പ ദേഷ്യം പിടിക്കുന്നത് കുട്ടികളുടെ ആയുധമാണ്. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കും. അത് അവർക്ക് ഇങ്ങനെ ആനന്ദമാണ്. ഉമ്മ ദേഷ്യം പിടിക്കണ കാണാൻ അവർക്ക് എന്ത് രസമെന്നറിയോ? അവർ വീണ്ടും വീണ്ടും ദേഷ്യം പിടിപ്പിക്കുക. അതിലേക്ക് പോകരുത്.